വയനാട്ടിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചു. വെറ്ററിനറി സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസും മയക്കുവെടി വിദഗ്ധരും RRT സംഘവും ചേർന്നാണ് മയക്കുവെടി വെച്ചത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വിവരങ്ങൾ. നീലിമ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പുലിയെ മയക്കുവെടി വെക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം പുലി മയങ്ങുമെന്നാണ് കരുതുന്നത്. അതിനുശേഷമായിരിക്കും പുലിയെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പുലിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് അതിനുശേഷം പുലിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുലിയുടെ മുൻകാലുകൾക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ മരുന്ന് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പുലിയെ കെയർഫുൾ ആയി വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനമായും വെറ്ററിനറി ഡോക്ടർമാരടക്കം പറയുന്നത്. നേരത്തെ തന്നെ വെറ്ററിനറി ഡോക്ടർമാരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു, RRT സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ ഈ പുലിയെ മയക്കുവെടി വെക്കാതെ പുറത്തെടുക്കുവാൻ കഴിയില്ല. നേരത്തെ തന്നെ അവശനായ പുലിയായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കിട്ടിയ റിപ്പോർട്ടാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഈ പുലിയെ മയക്കുവെടി വെക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കുകയും അത് കുറഞ്ഞ ഡോസാണ് മയക്കുവെടി വെച്ചത്. അതുകൊണ്ട് തന്നെ പുലി ഉണരുന്നതിന് മുമ്പ് തന്നെ ഇതിന് പ്രഥമ ശുശ്രൂഷകൾ നൽകേണ്ടതുണ്ട്, പ്രാഥമികമായിട്ട് ചികിത്സ നൽകേണ്ടതുണ്ട്. ആ പ്രാഥമിക ചികിത്സ മുൻകാലുകൾക്കടക്കം പ്രാഥമിക ചികിത്സ നൽകണം. മാത്രമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും പുലിക്കുണ്ടോ എന്നുള്ളത് കൂടി നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വേലിക്കുള്ളിൽ ഈ കെണിക്കുള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥയിലാണ് ആ പുലിയെ കണ്ടുകിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പുലി വലിയ രീതിയിൽ അവശ്യ നിലയിലാണ് ഉള്ളത്. അത്തരത്തിൽ അവശ്യ നിലയിലായ പുലിയെ കെയർഫുൾ ആയി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ഈ വന്യമൃഗങ്ങൾ ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതവണ അത് നമ്മൾ കണ്ടതാണ്. ഈ തണ്ണീർക്കൊമ്പനടക്കം ഇതിനു മുൻപ് ഈ വയനാട്ടിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പനടക്കം അതിനുശേഷം ഉണ്ടായിരുന്ന കടുവയെ പിടികൂടുമ്പോഴടക്കം കണ്ണൂരിലടക്കം ഇത്തരത്തിൽ കടുവയെ പിടികൂടുമ്പോഴൊക്കെ മയക്കുവെടി വെച്ചതിന് ശേഷം ഈ മൃഗങ്ങൾ ചത്തുപോകുന്ന സാഹചര്യം തുടരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കെയർഫുൾ ആയ രീതിയിലാണ് ഇപ്പോൾ പുലിയെ കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിൽ പുലിയുടെ ഈ മുൻകാലുകൾക്കുള്ള പരിക്ക് കൂടുതലാണോ എന്നുള്ളതടക്കം വെറ്റിനറി ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. അല്പസമയത്തിനെങ്ങനെ പുലിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വേണമെങ്കിൽ നിലവിൽ ചികിത്സ നൽകുവാൻ വേണ്ടി വെറ്റിനറി സർവകലാശാലയിലേക്ക് മാറ്റുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് വയനാട്ടിലെ വെറ്റിനറി സർവകലാശാലയിൽ അടക്കം മാറ്റുവാനുള്ള ഒരു ആലോചനയും ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. മാത്രമല്ല ഈ കെണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെണിയാണെങ്കിൽ അത്തരത്തിൽ ആ കെണി വെച്ചത് ആരാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായി തന്നെ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിന് അരികത്താണ് ഇത്തരത്തിൽ പുലി കുടുങ്ങിയിരിക്കുന്നത്. എന്നാൽ തന്നെയും കുറെ കാലമായി ഈ പ്രദേശത്ത് പുലി കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പുലിയുടെയും അതുപോലെ തന്നെ കടുവയുടെ ആക്രമണം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ഒരു ഫോറസ്റ്റ് അധികൃതരൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാടടച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പുലി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. എന്തിനാ തന്നെയും അല്പസമയത്തിനെങ്ങനെ പുലിയെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റും, വേണ്ട പ്രാഥമിക ചികിത്സ നൽകി പുലിയെ മറ്റൊരു സ്ഥലത്തേക്ക് തുറന്നുവിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അർജുൻ.